ആകെ 2 മാസമേ ഉള്ളൂ ഇറങ്ങിപ്പോവാൻ ആകെ 2 മാസമേ ഉള്ളൂ. എന്നിട്ടാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അടുത്ത ഏപ്രിൽ അവസാനത്തോടെ പുതിയ ഭരണം കേരളത്തിൽ വരും. അതൊരിക്കലും ബാലഗോപാലന്റെ പാർട്ടി ആയിരിക്കില്ല എന്ന് ബാലഗോപാലിന് തന്നെ അറിയാം. എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം കേരളത്തിൽ CPM അധികാരത്തിൽ വരില്ല എന്ന് കാരണഭൂതത്തിനും ബാലഗോപാലിനും അപ്പം ഗോവിന്ദനും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അവസാനത്തെ കൈ അങ്ങനെയാണല്ലോ, അവസാനത്തെ അടവ്. നമ്മൾ സാധാരണ ഈ 18 അടവും കഴിഞ്ഞിട്ട് ഒരു 19ാമത്തെ അടവുണ്ടല്ലോ. 19ാമത്തെ അടവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ മലബാറിലൊക്കെ പറയാം 19ാമത്തെ അടവ് മണ്ടിക്കയച്ചിലാകുക എന്നാണ്. മണ്ടിക്കയച്ചിലാകുക എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുക. അടി ഇങ്ങനെ കുടുങ്ങുന്നാവുമ്പോ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാതെ വന്നാൽ, പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെന്താ ചെയ്യുക? പിന്നെ മണ്ടുക, ഓടിക്കഴിച്ചിലാവുക. അങ്ങനെ ഈ അവസാനത്തെ ഒരു അടവ് എന്തായാലും വേണ്ടിയില്ല. എന്താ പറയാ, കൈവിട്ട കളി. പണ്ടൊക്കെ പറയാറുണ്ട്, എന്താണ്? നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രം. ഇപ്പൊ നഷ്ടപ്പെടാനല്ല, ലഭിക്കാൻ വിലങ്ങുകൾ മാത്രം. പിണറായി വിജയന്റെ കുടുംബത്തിനും പിണറായി വിജയന്റെ ശിങ്കിടികൾക്കും പിണറായി വിജയന്റെ പാർട്ടിക്കാർക്കും ഒക്കെ ലഭിക്കാനുള്ളത് എന്താണ്? വിലങ്ങുകളാണ്. അതെപ്പം കിട്ടും നോക്കിയാൽ മതി. ഏതായാലും ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു ബാലഗോപാലൻ. ആ ബഡ്ജറ്റ് ഇപ്പൊ ഇന്ന് ഞാൻ പത്രങ്ങളുടെ വിശേഷം പറയാം. അതിന് തൊട്ടു മുമ്പേ ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കവെ തന്നെ നമ്മുടെ ജോയ് മാത്യു, ചലച്ചിത്ര സംവിധായകനായ പ്രമുഖ അഭിനേതാവായ നാടക രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ജോയ് മാത്യു സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായ ചിന്തോദ്ദീപകമായ പോസ്റ്റുകൾ സ്ഥിരമായി ഇടുന്ന ജോയ് മാത്യു ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോയ് മാത്യുവിന്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു. അത് ഇങ്ങനെയാണ്: വോട്ട് ചുരത്താൻ കിറ്റിന്റെ സാധ്യതകൾ ഇല്ലാതായി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരിക്കലും ചക്ക വീണ് മുയല് ചത്തു എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ചക്ക വീഴണമെന്നില്ല. എപ്പോഴും ചക്ക വീഴുമ്പോൾ താഴെ മുയൽ ഉണ്ടാകണമെന്നില്ല. എപ്പോഴും ചക്ക മുയലിന്റെ തലയിൽ വീണാലും മുയല് ചത്തുകൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാൽ എന്നും ഒന്നുപോലായിരിക്കില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എന്നും ഒന്നുപോലായിരിക്കില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ആശാവർക്കർമാർക്ക് ഒരു 1000 രൂപ കൂട്ടി കൊടുത്തിട്ടോ. ഈ ആശാവർക്കർമാർക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിലും മഴയും കൊണ്ടിട്ട് സമരം ചെയ്യായിരുന്നു ആശാവർക്കർമാർ, അല്ലേ? 10 പൈസ കൂട്ടി കൊടുത്തില്ല. ആ ആശാവർക്കർമാർ സമരത്തിന് ഇറങ്ങിയപ്പോ തന്നെ അവര് ചോദിച്ചത് ഈ അവരുടെ പ്രകടന പത്രികയിലും എഴുതി കൊടുത്തിരുന്നു. എന്താണ്? പ്രതി ദിവസ വേതനം 700 രൂപ ആക്കും ഞങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ തൊഴിലാളികൾക്കും. അങ്ങനെയാണ് 21,000 രൂപ ശമ്പളം കിട്ടേണ്ടതാണ്. അപ്പൊ 21,000 രൂപക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവര് സമരം ചെയ്തത്. അവസാനം ഇവർ പറഞ്ഞു 21,000 വേണ്ട, ഞങ്ങൾക്ക് തൽക്കാലം 10,000 രൂപ തന്നെങ്കിലും കൂട്ടിത്തരും എന്ന് പറഞ്ഞാൽ ദിവസം ഒരു 100 രൂപ തന്നെങ്കിലും കൂട്ടിത്തരൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ 10 പൈസ കൂട്ടിത്തരില്ല എന്ന് പറഞ്ഞു. അവർക്കിത് അവസാനം അവർക്ക് ഒരു 1000 രൂപ കൂട്ടി കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതൊന്നും ചെയ്യേണ്ട കാലത്ത് ചെയ്യില്ല. ബുദ്ധി വൈകിയേ വരുള്ളൂ. പണ്ടത്തെ ട്യൂബ്ലൈറ്റ് പോലെയാണ്. ട്യൂബ്ലൈറ്റ് വരെ മാറി. പണ്ടൊക്കെ നമ്മൾ പറയാ CPM എന്ന് പറഞ്ഞാൽ ട്യൂബ്ലൈറ്റ് പോലെയാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കുറെ മിന്നി കുറെ കഴിഞ്ഞിട്ടേ കത്തുള്ളൂ. ഇപ്പൊ അതല്ല. ഇപ്പൊ സ്വിച്ച് ഇടുന്നതിന് മുന്നേ തന്നെ ട്യൂബ്ലൈറ്റുകൾ കത്തും. എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ മാറി, ട്യൂബ്ലൈറ്റ് പോലും മാറി. പക്ഷേ സഖാക്കന്മാര് മാറിയിട്ട് സഖാക്കന്മാർ ഇപ്പോഴും അതാണല്ലോ നമ്മൾ കണ്ടത്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ സഖാവ് പാർട്ടിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള്, പാർട്ടിയിൽ നടക്കുന്ന വെട്ടിപ്പുകള്, പാർട്ടിയിൽ നടക്കുന്ന കൊള്ള, ഇതൊക്കെ കുഞ്ഞികൃഷ്ണൻ സഖാവ് പാർട്ടിക്കുള്ളിൽ ഒരുപാട് പറഞ്ഞു, 5 വർഷം പറഞ്ഞു നടന്നു. അവസാനം ആരും കേട്ടില്ല. അവസാനം കുഞ്ഞികൃഷ്ണൻ സഖാവ് പുറത്തു വന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു, ഇതാ ഇങ്ങനെയൊക്കെയാണ് പാർട്ടിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ചെയ്തെന്താണ്? കുഞ്ഞികൃഷ്ണൻ സഖാവിനെ പിടിച്ച് പുറത്താക്കി. എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവരൊക്കെ പുറത്താക്കുക. നമുക്ക് കള്ളന്മാര് മതി. കള്ളന്മാര്, കൊള്ളക്കാര്, കൊലപാതകികള് എല്ലാവരും മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന പാർട്ടി. ഏതായാലും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ജോയ് മാത്യു പറഞ്ഞത് വോട്ട് ചുരത്താൻ കിറ്റിന്റെ സാധ്യതകൾ ഇല്ലാതായി. ഇനി ഒരേ ഒരു രക്ഷ, ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ കുത്തി നിറച്ച ബഡ്ജറ്റ്. ഇനി ഇപ്പൊ ചെയ്യാനുള്ളത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഈ 2 മാസം കൊണ്ട് ഒന്നും നടപ്പാക്കാൻ പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ സ്വപ്നങ്ങൾ കുത്തി നിറച്ച് ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു സാധനം ഇറക്കുക. ജനങ്ങൾക്ക് വിവരണ്ടോ? ജോയ് മാത്യു എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇനി ഒരേ ഒരു രക്ഷ, ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ കുത്തി നിറച്ച ബഡ്ജറ്റ്.
വല്ലാതെ എണ്ണ തേപ്പിക്കല്ലേ ബാൽഗോപാലേട്ടാ. ജോയ് മാത്യു വളരെ രസകരമായി പറയുകയാണ്, എണ്ണ തേപ്പിക്കല്ലേ ബാലഗോപാലനെ. എണ്ണ തേപ്പിക്കുന്ന പാട്ടൊക്കെ പണ്ട് കൈതപ്രം എഴുതിയത് നമുക്ക് അറിയാലോ. അതുകൊണ്ട് ബാലഗോപാല എണ്ണ അവിടെ വെച്ചാ മതി, വല്ലാണ്ട് തേപ്പിക്കല്ല എന്നാണ് ജോയ് മാത്യു പറഞ്ഞിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ബാലഗോപാലേട്ടൻ എണ്ണ തേപ്പിച്ചു, എണ്ണയുടെ പൈസയും പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും ജസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എല്ലാ പത്രങ്ങളുടെയും ഒരു ഒന്നാം പേജാണ്. വളരെ രസകരമായ രീതിയിലാണ് നമ്മുടെ പത്രങ്ങളൊക്കെ ഒന്നാം പേജുകൾ തയ്യാറാക്കിയത്. മലയാള മനോരമയുടെ ഒന്നാം പുറം കണ്ടില്ലേ, അതിന്റെ തലക്കെട്ട് ഡെലൂലു സൊലൂലു എന്നാണ്. ഡെലൂലു എന്നുള്ള പാട്ട് വളരെ വളരെ എന്താ പറയാ പോപ്പുലർ ആണല്ലോ. അപ്പം നമ്മുടെ സർവം മായ എന്ന് പറയുന്ന സിനിമയില് ആ പുതിയ പെൺകുട്ടി ഉണ്ടല്ലോ, എന്താ പറയാ റിനി ഷിബു എന്നിട്ട് പേരായ പുതിയ ഒരു നായികയുണ്ട്. ആ പെൺകുട്ടി വളരെ വളരെ രസകരമായിട്ടാണ് ആ പെൺകുട്ടി ആ സിനിമയിൽ അഭിനയിച്ചത് കേട്ടോ. നമ്മുടെ നിവിന്റെ ജോഡിയായിട്ട് അഭിനയിച്ച ആ പെൺകുട്ടി, അവളെ ആ സിനിമയില് വിളിക്കുന്ന പേര് ഡെലൂലു എന്നാണ്. കാരണം ഡെലൂഷൻ മിഥ്യ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഉള്ളതാണോ തോന്നലാണോ എന്നൊക്കെയാണ് സിനിമ പറയുന്നതാണ്. ഒരു പ്രേതകഥയാണ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന പ്രേതമല്ല, പ്രണയിക്കുന്ന പ്രേതം. അപ്പൊ ഈ പെൺകുട്ടി എന്താ പറയാ അതിൽ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്ത ആ പെൺകുട്ടിയെ ആ സിനിമയിൽ പറയുന്നത് ഡെലൂലു എന്നാണ് വിളിക്കുന്നത്. കാരണം ഡെലൂഷനാണ്, ഒരു മിഥ്യയാണ്, ഇല്ലാത്ത ഒരു തോന്നലാണ് ഈ പെൺകുട്ടി. അങ്ങനെയാണ് പെൺകുട്ടിയെ ഡെലൂലു എന്ന് വിളിക്കുന്നത്. അതേപോലെ ഏറ്റവും ആപ്റ്റ് തലക്കെട്ടാണ് ഡെലൂലു. അവസാനം സൊലൂലു എന്ന് പറയും കേട്ടോ. സൊല്യൂഷൻ എന്നുള്ളതിനൊക്കെ നമ്മുടെ ജൻസി തലമുറ, പുതിയ തലമുറക്ക് എല്ലാറ്റിനും പുതിയ ടേംസ് ആണ് പുതിയ തലമുറ ഇടുന്നു കേട്ടോ. ആ പുതിയ തലമുറയുടെ പേരുകളാണ് ഡെലൂഷൻ എന്നുള്ളതിന് ഡെലൂലു, സൊല്യൂഷൻ എന്നുള്ളതിന് സൊലൂലു. അങ്ങനെ വളരെ രസകരമായ പേരുകളാണ്. അത് മലയാള മനോരമ ഇത് അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് മലയാള മനോരമ പറയുന്നു. ഡെലൂലു സൊലൂലു ജൻസി തലമുറയുടെ നിരന്തര പ്രയോഗം കൊണ്ട് മലയാളത്തിലേക്കും സ്വീകരിക്കപ്പെട്ട വാക്കുകളാണ്. ഡെലൂഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഡെലൂലു രൂപപ്പെട്ടത്. മിഥ്യാബോധം, വ്യാമോഹം എന്നൊക്കെ സാമാന്യ അർത്ഥം. സൊല്യൂഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ചുരുക്കമാണ് സൊലൂലു, പരിഹാരം, പ്രതിവിധി എന്നൊക്കെ അർത്ഥം. ഏതായാലും ഡെലൂലു സൊലൂലു എന്ന ഒരു രസകരമായ ഒരു തലക്കെട്ടാണ് മലയാള മനോരമ കൊടുത്തത്. അതിലെ ബാലഗോപാലൻ സഖാവ് എണ്ണയും കൊണ്ടിട്ട് ബാഗില് ലെതർ ബാഗിൽ എണ്ണയും കൊണ്ടിട്ട് മൂപ്പർ ഇങ്ങനെ വരുന്ന ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ പല പ്രഖ്യാപനങ്ങളും നടപ്പാക്കേണ്ടത് അടുത്ത സർക്കാരിന് വേണ്ടിയിട്ടാണ് മൂപ്പർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അടുത്ത സർക്കാരാണ്. അത്യാവശ്യം ഇവിടെ എത്രയാണ് 13% DA കുടിശ്ശികയായി കിടക്കുകയാണ്. 6 DA കുടിശ്ശികയായി കിടക്കുകയാണ്. ഇത് കൊടുക്കണമെങ്കിൽ എത്ര പൈസ വേണമെന്ന് അറിയാം നിങ്ങൾക്ക്. അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോഴത്തേക്കാണ് മൂപ്പര് പറഞ്ഞത് പുതിയ ശമ്പള കമ്മീഷൻ. ആ ശമ്പള കമ്മീഷനെ വെച്ചിട്ടൊന്നും കേട്ടോ. ശമ്പള കമ്മീഷൻ എന്താണ് വെക്കാനുള്ള ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ല. അത് പഠിക്കാൻ ഒരു കമ്മീഷനൊക്കെ വെച്ചത് എന്ന് പറഞ്ഞാൽ ഫുള്ള് കോമഡിയാണെന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കുന്ന പരിപാടി, എണ്ണ തേച്ച് വിടുന്ന പരിപാടി ഉണ്ട്. പക്ഷേ ഇല്ല എന്നാണ് മറ്റൊരു തലക്കെട്ടെ. വരുമാനം കൂട്ടാൻ നടപടികളില്ല. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ അതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല, അത് മറ്റൊരു വീഡിയോ ചെയ്യാം. ഏതായാലും ഇതിന്റെ ഒരു ഒന്നാം പേജ് മലയാള മനോരമ ഡെലൂലു സൊലൂലു എന്ന് പറയുന്നു. ഇനി മാതൃഭൂമിയുടെ തലക്കെട്ട് മനസ്സിലോട്ട് എന്നാണ്. മനസ്സിലോട്ട് വരുമ്പോൾ മനസ്സിൽ വോട്ട് വരും. ഒരു വോട്ടും വരില്ല. മനസ്സിലോട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷൻ. ആശാവർക്കർമാർക്ക് വേതനം 1000 രൂപ കൂട്ടി. ഉറപ്പായ പെൻഷൻ പദ്ധതി ഏപ്രിൽ മുതൽ അവസാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പാക്കും. തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനപ്രിയ ബഡ്ജറ്റ്, ഊന്നൽ ക്ഷേമത്തിൽ. പൊന്നേനി എങ്ങോട്ട്, അത് വേറെ സ്റ്റോറിയാണ്. പൊന്നേനി എങ്ങോട്ട്. സ്വർണത്തിന് എത്ര വില അറിയോ? പവന് 1,00,000 എത്രയാണ്? 31,160. 1,31,160 ഒരു പവൻ കേട്ടോ. അപ്പോൾ മാതൃഭൂമി ഇങ്ങനെയാണ്. മനസ്സിലോട്ട്. ഏറ്റവും നല്ല എഡിറ്റിംഗ് എനിക്ക് തോന്നിയത് മാധ്യമത്തിന്റെയാണ് കേട്ടോ. മാധ്യമത്തിൻ്റെത് സർവമായ. ആ സിനിമയുടെ അതേ ടൈറ്റിൽ സർവമായ. ആ സിനിമക്ക് ആ ടൈറ്റിൽ സത്യനന്ദിക്കാടിന്റെ മോൻ സംവിധാനം ചെയ്ത സിനിമയാണ്, അഖിൽ സത്യൻ. ആ സർവമായ എന്ന് പറയുന്ന ആ ഹിറ്റ് സിനിമക്ക് അതിനേക്കാൾ അനുയോജ്യം ബാലഗോപാലിന്റെ ബഡ്ജറ്റിനാണ്. സർവമായ ഉണ്ടോ ഇല്ലേ? ഡെലൂലു ഉള്ളതാണോ, ഡെലൂലു ഇല്ലാത്തതാണോ, ഡെലൂലു പ്രേതാണോ ഒന്നും അറിയില്ല. അമ്മാതിരി ശരിക്കും ഈ സത്യനന്ദിക്കാട് സർവമായ എന്ന സിനിമയെ കവച്ചു വെച്ചുകൊണ്ട് അതിനേക്കാൾ എന്താ പറയാ ദുരൂഹമായ ഒരു ഡെലൂലു സൃഷ്ടിച്ചിരിക്കുന്നു. സർവം മായ. കാലി ഖജനാവിൽ ക്ഷേമപ്രതീക്ഷ മുഴുവനും കാലി ഖജനാവാണ്. എന്നിട്ട് പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തില് കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ വരാനുണ്ട്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം, പിന്നെ കുറെ കടവും വാങ്ങാം. അതാണല്ലോ
കുറെ കടം വാങ്ങാം, കുറെ കേന്ദ്രത്തിൽ നിന്ന് തന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം എന്തൊക്കെ തരും, അതും കടം വാങ്ങലും. വേറെ നികുതി ഒന്നും പിരിക്കുന്നില്ല. എന്തിന് നികുതി പിരിക്കണേ? കടണ്ടല്ലോ, കടം 6 ലക്ഷം കോടിയാണ് കേട്ടോ. തോന്നിയാസം. ഈ പറയുന്ന പിണറായി വിജയന്റെ ചിങ്കിടി കൂട്ടങ്ങളും കൊണ്ട് കടം പറ്റി എത്രയാണെന്നറിയോ? പണ്ട് അധികാരത്തിൽ വരുമ്പോ ഏതാണ്ട് 1.25 ലക്ഷം കോടിയായിരുന്നു കടം. ഈ ഇത്രയും കാലത്തിനിടക്ക് 10 വർഷം കൊണ്ട് അതെല്ലാം പാടെ 1.25 കോടി എന്നുള്ളത് ഒരു 6 ലക്ഷം കോടിയാക്കി. പക്ഷെ കണക്കിൽ പെട്ടെന്ന് 6 ലക്ഷം കോടിയൊക്കെ വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കുറെ ഈ ബഡ്ജറ്റിന്റെ പുറത്തൊക്കെയാണ് കുറെ കടം എടുത്തത്. അറിയാലോ, കിഫ്ബി, പിന്നെ പെൻഷൻ കമ്പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തുള്ള ഒരുപാട് ഉഡായിപ്പുകളുടെ ആശാന്മാരാണ്. അപ്പോൾ അതാണ് മാധ്യമം. ഈ ദേശാഭിമാനി സർവം ക്ഷേമം എന്നാ പറയുന്നത്. സർവം ക്ഷേമം. പിന്നെ കള്ളത്തരം പറയുന്ന പത്രത്തിന് ഒന്നും പറയാനില്ലല്ലോ. എന്താണെന്നറിയില്ല, കേരള കൗമുദിയും ഇന്ന് ദേശാഭിമാനിയുടെ അതേപോലെ സർവം ക്ഷേമം. ദേശാഭിമാനിക്ക് പഠിക്കാനൊന്നും കേരള കൗമുദി എന്താണെന്നറിയില്ല, എന്താ അതിന്റെ ഇടപാടെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പിണറായി വിജയൻ കേരള കൗമുദിയെ എന്തെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ചോ എന്തെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ദേശാഭിമാനി ഇന്ന് മാറുകയാണ്. സർവം ക്ഷേമം. ഈ ദേശാഭിമാനിക്ക് എളുപ്പമാനില്ല, നമുക്കറിയാം. കേരള കൗമുദിക്കാർ എന്താണ് ഇങ്ങനെ ഒന്നുകിൽ വിവരമില്ലായ്മയായിരിക്കും. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടിപ്പോകും. ഏതായാലും കേരള കൗമുദി ഭയങ്കര കോമഡിയാണെന്ന്. സർവം ക്ഷേമം. ഇത് മുഴുവൻ ഞാൻ വായിച്ചൊക്കെ. ഇത് ഹെഡിങ് തെറ്റിയൊന്നുമല്ല. ഇതിൽ മുഴുവൻ പറയുന്നത് ബാലഗോപാലിന്റെ ബഡ്ജറ്റ് ഭയങ്കര ബഡ്ജറ്റാണ്, ജനങ്ങളാകെ അങ്ങനെ എന്താ പറയാ തേനും പാലും ഒഴുക്കുകയാണ് എന്നൊക്കെയാണ് കേരള കൗമുദി പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു 5 പത്രങ്ങളുടെ തലക്കെട്ടുകളാണ് ഞാൻ കാണിച്ചത്. ബാക്കി ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.